ഹലോ, അച്ഛൻ വന്നപ്പോൾ നമ്മുടെ കല്യാണക്കത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കാനുള്ള ത്വരയാണിത്. ഞാനൊരു കത്തിയൊക്കെ എടുത്ത കയറൊക്കെ പിടിച്ച് ഉള്ളിലുള്ള കാർഡൊക്കെ നോക്കി കൊള്ളാം, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഞാൻ പോയത് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായല്ലോ. അപ്പോൾ അതൊന്ന് അടുക്കി പെറുക്കി നോക്കണം. നമ്മൾ നോക്കിയിട്ടാണ് വാങ്ങിയത്, പക്ഷേ വീട്ടിലെത്തിയാലും അതൊന്ന് നോക്കണം എന്നുള്ള നിർബന്ധമാണല്ലോ. അപ്പോൾ അതിപ്പോൾ ഡ്രസ്സായാലും അങ്ങനെ തന്നെയാണ്, നമ്മൾ വീട്ടിലെത്തിയത് നോക്കുമല്ലോ. അപ്പോൾ അതുപോലെ ഒന്ന് പെറുക്കി എല്ലാം അങ്ങനെ തട്ടിക്കുട്ടി എടുത്ത് നോക്കുകയാണ് കേട്ടോ. അധികം നമ്മൾ വാങ്ങിയത് കിച്ചൺ ഐറ്റംസ് ആണ്. അത് ഞങ്ങൾക്കൊരു എന്താ പറയുക, അത് ഞങ്ങളൊരു വീക്ക്നെസ്സാണ്. ഞാനും അമ്മയും പോയി കഴിഞ്ഞാൽ അധികം വാങ്ങിക്കുക കിച്ചൺ ഐറ്റംസ് തന്നെയാണ്, അല്ലെങ്കിൽ പിന്നെ ഡ്രസ്സ്. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ പച്ചക്കറി വെക്കാനുള്ള റാക്ക് അങ്ങനെയുള്ള സാധനവും, പിന്നെ ചെരുപ്പ്, വേസ്റ്റ് ഇടാനുള്ളതൊക്കെ വാങ്ങി. അപ്പോൾ ഞാനാണെങ്കിൽ ഈ ഷോക്കേസ് ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. എങ്ങനെയാണ് ഇത് കൊള്ളാവോ, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഈ ഇതാക്കേണ്ടത്. പക്ഷെ എങ്ങനെയായിട്ട് എനിക്ക് സെറ്റാക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഞാനൊന്ന് അടുക്കി പെറുക്കി വെച്ച് അതിനുള്ളിൽ എല്ലാ സാധനങ്ങളും വെച്ച് വെക്കുകയാണ് ഈ ഹാളിൽ തന്നെ. കാരണം അനിയന്മാർക്കൊന്ന് കാണിച്ചെടുക്കണം. അത് പതിവുള്ളതാട്ടോ, നമ്മൾ എന്ത് വാങ്ങിച്ചാലും ഇങ്ങനെ ഒന്ന് ഡിസ്കസ് ചെയ്യും. പിന്നെ അത് ഞാൻ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്, നമ്മുടെ ഗ്ലാസ് വാഷ്റൂമിൽ വെക്കാനാണ് ഈ മിറർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്കൊരു കല്യാണം ഉണ്ടായിരുന്നു, രാത്രി തലേ ദിവസം പോവുകയാണ്. അപ്പോൾ അമ്മേനെ ഒരുക്കി വിട്ടു. പിന്നെ ഉണ്ടായിരുന്നത് നമുക്ക് മീൻകറി വെക്കാനുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഒരു തക്കാളിയും കുറച്ച് വെളുത്തുള്ളിയൊക്കെ വെച്ചിട്ട് സാധാ ഒരു മത്തിക്കറി ഉണ്ടാക്കി. അപ്പോൾ അതുണ്ടാക്കി കഴിഞ്ഞ് നേരെ എനിക്ക് കുറച്ച് കുടിക്കണം രാത്രി. അപ്പോൾ അതും ഉണ്ടാക്കിയിട്ട് ഞാൻ നേരെ പോയത് കുറച്ചൊന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. മീനൊക്കെ സെറ്റാക്കി, പിന്നെ വെള്ളമൊക്കെ തെറിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് പാത്രമൊക്കെ കഴുകി അതൊക്കെ ഒന്ന് ക്ലീനാക്കി, ഒന്ന് റാക്കൊക്കെ തുടച്ച് വെച്ച് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓർത്തത് കുറച്ച് മീൻ ബാക്കിയുണ്ടായിരുന്നു, അത് മുളക് കൂട്ടി ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന്. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളുടെ കല്യാണക്കത്ത് ഞാനൊന്ന് മടക്കി വെക്കുന്നുണ്ട്. ഞാനും അച്ഛനും കൂടി കുറേ ഒരു പകുതിയോളം മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മടക്കി കവറിലിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി, ഫുള്ളായിട്ടില്ല. അതിനിടയ്ക്ക് ഒന്ന് കഴിക്കാനൊന്ന് പോയി. എനിക്കെന്താ തോന്നുന്നു, ബീഫാണ് തോന്നുന്നു എനിക്കുണ്ടായത്. വീണ്ടും വന്നിട്ട് ഞാൻ ഈ കല്യാണക്കത്ത് മടക്കൽ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അനിയൻ വന്നപ്പോൾ ഞങ്ങൾ ഈ ബാത്റൂമിൽ ഈ മിറർ സെറ്റാക്കി കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, കൊള്ളാവോ?